സ്തോത്രം. നമ്മളെ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്ന ദൈവവചനത്തിന്റെ ബാക്കി ഭാഗം ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ നിന്ന് 22-ാമത്തെ വാക്യത്തിൽ നിന്ന് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ ആത്മാവിന്റെ ഫലത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ എന്തെന്ന് കർത്താവ് തന്ന കൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെ നമ്മൾ പഠിച്ചത് മനുഷ്യന് ഇത് പ്രൊഡ്യൂസ് ചെയ്യുവാൻ, മനുഷ്യന് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തില്ല. ദിസ് ഈസ് ഡിവൈൻലി ഗിവൺ, ഡിവൈൻലി റെഗുലേറ്റഡ് ആയിട്ടുള്ള നേച്ചറാണ്, ഫ്രൂട്ടാണത്. നമ്മുടെ മനുഷ്യർക്ക് ആർക്കും പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയാതെ പരിശുദ്ധാത്മാവിനാൽ ദൈവശക്തിയാൽ ഉളവാക്കപ്പെടുന്ന ഫലമാണെന്ന് നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവജനമേ, ഈ പറഞ്ഞിരിക്കുന്ന ഈ ആത്മാവിന്റെ ഫലം മൊത്തമായി 100% നിറഞ്ഞു നിന്നത് കർത്താവിലാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി കർത്താവിനോട് അനുരൂപരായിത്തീരാനാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഈ ഫലം നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ നാം കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപരായിത്തീരും, കർത്താവിന്റെ സ്വഭാവത്തോട് സാദൃശ്യരായിത്തീരും. അപ്പൊ എൻ്റെ ആഗ്രഹം കർത്താവിനെ പോലെ ആകണമെന്നുള്ളതാണെങ്കിൽ പ്രാഥമികമായി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങയുടെ ഫലം എന്നിൽ വർദ്ധിപ്പിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ രാത്രി നമുക്ക് അതിന്റെ 4-ാമത്തെ വിഷയം, 4-ാമത്തെ ഫലം, അല്ലെങ്കിൽ 4-ാമത്തെ കാറ്റഗറിയിലെ 4-ാമത്തെ സ്നേഹവും സന്തോഷവും സമാധാനവും, അതിനുശേഷം ദീർഘക്ഷമയെ കുറിച്ച് എന്താണെന്ന് പഠിക്കുക. എന്താണ് ദീർഘക്ഷമ? ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ അതിന് കിങ് ജെയിംസ് വേർഷൻ എഴുതിയിരിക്കുന്നത് ലോങ് സഫറിങ് എന്നാണ്. എന്നാൽ മറ്റു ട്രാൻസ്ലേഷൻസ് നോക്കിയാൽ പേഷ്യൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവജനമേ, ഇതും ആത്മാവിന്റെ ഫലമാണ്. നമ്മൾ ചോദിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് പേഷ്യൻസ് ഇല്ലയോ എന്ന്. നമ്മളൊന്ന് ചുറ്റുപാടും നോക്കിയേ. ഇംപേഷ്യൻസ്, അക്ഷമയെന്ന് പറയുന്നത് ഹ്യൂമൻ നേച്ചറാണ്. നമുക്കൊരു ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് അക്ഷമരാകും നമ്മളല്ലേ. പെട്ടെന്ന് നമ്മുടെ ടേൺ വരാതെ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അക്ഷമരാകും. എന്താ, പെട്ടെന്ന് പോകണം, ഈ വണ്ടി മാറണം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുന്നവരായാലും ക്ഷമയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരായാലും അവരുടെ ഒക്കെ ജീവിതത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പല വിഷയങ്ങളിൽ അക്ഷമരാണ്. ഭാരങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രത്യേക കാര്യസാധ്യങ്ങളുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ അവിടെയൊക്കെയും ഉണ്ടാകുന്ന കാലതാമസം, വിടുതലിനുള്ള താമസം നമ്മളിലെ ക്ഷമയില്ലായ്മയെ പുറത്തു കാണിക്കും. പലപ്പോഴും we become impatient when things are happening beyond our expectation. നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി പലതും സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അക്ഷമരായിത്തീരും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ക്രിസ്തീയ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ്, ഒരു ദൈവ പൈതലിന് വേണ്ടുന്ന സ്വഭാവമാണ് എന്ത്? ക്ഷമയെന്ന് പറയുന്നത്, ദീർഘക്ഷമയെന്ന് പറയുന്നത്, പേഷ്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓടി തീർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അത് നമുക്ക് തന്നേ മതിയാകത്തുള്ളൂ. മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നതല്ല ഈ പറയുന്ന ക്ഷമ. ഈ ക്ഷമയ്ക്ക് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന വേർഡ് മക്രോത്തോമിയ എന്ന് പറഞ്ഞാൽ ഡിവൈൻലി റെഗുലേറ്റഡ് പീസ്, ഗോഡ് ഗിവൺ, ഡിവൈൻലി റെഗുലേറ്റഡ് പേഷ്യൻസ്, ഗോഡ് ഗിവൺ പേഷ്യൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ക്ഷമ. ദൈവത്തിന് മാത്രമേ അത് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മൾ അതിനെക്കുറിച്ച് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ, വി ബിക്കം ഇമോഷണലി കാം ഈവൻ ദോ വി ആർ അണ്ടർ പ്രൊവോക്കേഷൻ. നമ്മൾ വൈകാരികമായിട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ശാന്തരായിരിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രബുദ്ധമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും, നമ്മൾ ആര് നമ്മളെ പ്രൊവോക്ക് ചെയ്തിരുന്നാലും നമ്മൾ ഇമോഷണലി ശാന്തരായിരിക്കും. അതിന് പറയുന്ന വാക്കാണ് ഈ പീസ്, അല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള പീസ്, അല്ലെങ്കിൽ ദീർഘക്ഷമ എന്ന് പറയുന്നത്.
ഞാൻ കണ്ട ഒരു എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത് കപ്പാസിറ്റി ടു അക്സെപ്റ്റ് ഓർ ടോളറേറ്റ് ഡിലേ പ്രോബ്ലംസ് ഓർ സഫറിംഗ് വിത്തൗട്ട് ബിക്കമിങ് അനോയ്ഡ് ഓർ ആങ്ഷ്യസ് ആൻഡ് ഹാവിംഗ് പേഷ്യൻസ് ഇൻ സ്പൈറ്റ് ഓഫ് ട്രബിൾസ്. മനസ്സിലാക്കിയേ, കാലതാമസങ്ങൾ നേരിടുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളോട് പ്രതികരിക്കുന്ന രീതിക്ക് വ്യത്യാസങ്ങൾ വരുമ്പോൾ അന്നോയിഡ് ആകാതെ, മുഷിപ്പുണ്ടാകാതെ ആ സാഹചര്യങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുക. അത് മാത്രമല്ല, ആകാംക്ഷയോടെ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷ അല്പം പോലും ഹൃദയത്തിലില്ലാതെ, അതായത് ഓളങ്ങൾ ഹൃദയത്തിലില്ലാതെ ശാന്തമായിരിക്കുന്ന വെള്ളം പോലെ നമ്മുടെ ഹൃദയം ശാന്തത അനുഭവിക്കുക, കാത്തിരിക്കുക, ശാന്തത അനുഭവിക്കുക. അതിനാണ് ദീർഘക്ഷമ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആത്മാവ് തരുന്ന ഫലമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലത്തെ കുറിച്ച് കാണണമെങ്കിൽ യേശുവിലേക്ക് മാത്രം നോക്കിയാൽ മതി. നമ്മൾ പഠിക്കേണ്ടത് യേശുവിൽ നോക്കിയാ പഠിക്കേണ്ടത്. സ്നേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ യേശു കർത്താവിങ്കിലേക്ക് നോക്കി. സന്തോഷത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ യേശു കർത്താവിങ്കിലേക്കാണ് നോക്കിയത്. സമാധാനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ യേശു കർത്താവിങ്കിലേക്കാണ് നോക്കിയത്. ഇപ്പൊ ഈ ദീർഘക്ഷമയെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് യേശു കർത്താവിങ്കിലേക്കാണ് നോക്കേണ്ടത്. കാരണം ഈ ഫലം നമുക്ക് തരുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിലൂടെ, പൂർണ്ണ മനുഷ്യനായിരുന്ന കർത്താവിലൂടെ അതിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി തന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് കടന്നുപോയ ന്യായവിസ്താരങ്ങൾ നമുക്കറിയാം. ദൈവവചനം പരിശോധിച്ചു കഴിഞ്ഞാൽ 6 ന്യായവിസ്താരങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ നയിച്ചു, തോൽക്കാതെ വണ്ണം. അതിൽ 3 റിലീജിയസ് ആയിട്ടുള്ള ട്രയൽസ് ആയിരുന്നു, മറ്റേ 3 സിവിൽ ട്രയൽസ് ആയിരുന്നു. ഞാൻ ആ ഭാഗത്തെ കുറിച്ചൊന്നും പറയാനല്ല വന്നത്. ആ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ന്യായം വിസ്തരിക്കുന്നവരുടെ മുമ്പിൽ, തന്നെ ജഡ്ജ് ചെയ്യുന്നവരുടെ മുമ്പിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എടുത്ത നിലപാട് എന്താണെന്ന് മനസ്സിലാക്കണം. ചിലയിടത്ത് കർത്താവ് ശാന്തമായി ഒന്നും മിണ്ടാതെ നിന്നു. ചിലരോട് പറഞ്ഞു, നാടുവാഴി ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തുവോ? അപ്പോൾ നാടുവാഴിയോട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് പറഞ്ഞു, അതെ ഞാൻ തന്നെ. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനോട് ചോദിച്ചു, പക്ഷെ അവിടെ വചനം പറയുന്നു അവൻ മിണ്ടാതെ നിന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, കർത്താവ് ഉത്തരം ഒന്നും പറഞ്ഞില്ല. അവിടെ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല യേശുവിനെ നോക്കുമ്പോൾ. യേശു ശാന്തനാണ്. യേശു ശാന്തനാണ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടും യേശു ശാന്തനാണ്. കർത്താവിന് അറിയാം, നാളെ ഞാൻ ഈ സമയത്ത് ക്രൂശിൽ കിടക്കേണ്ടവനാണ്. കർത്താവ് പാനിക്കായിരുന്നില്ല. പീലാത്തോസിനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഈ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുത്തു നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം എന്തെങ്കിലും വഴി ഉപയോഗിക്കുകയായിട്ട് നാടുവാഴിയോട് എന്തെങ്കിലും സൗമ്യമായിട്ട് സംസാരിച്ച് നാടുവാഴിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉത്തരം ഒന്നുമില്ല. He was totally calm. He was totally under control. കർത്താവ് സ്വന്തം നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു. ഇതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ആ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, തന്നെത്താൻ താഴ്ത്തി അവൻ മിണ്ടാതിരുന്നെന്ന. കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നെന്ന. സഹോദരങ്ങളെ, ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനറിയത്തില്ല അതിനെ കൊല്ലാൻ പോകാം. പക്ഷെ യേശു കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു കർത്താവിന് അറിയാം അവനെ കൊല്ലാൻ പോവുകയാണെന്ന്. പക്ഷെ അവിടുന്ന് വായ് തുറക്കാതെ മൗനമായിരുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ ഏത് സാഹചര്യങ്ങളിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയിട്ടും കർത്താവ് മിണ്ടാതെ ഇരുന്നു, ശാന്തനായിരുന്നു. തന്റെ മുമ്പിൽ മരണത്തെ മുഖാമുഖം അവിടുന്ന് കണ്ടു, പീഡനങ്ങളെ മുഖാമുഖം കണ്ടു. താൻ നിന്ദിക്കപ്പെടുന്നത്, താൻ പരിഹസിക്കപ്പെടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നഗ്നനായി താൻ നിൽക്കേണ്ടി വരുന്നത്, ഇതൊക്കെ കർത്താവ് മുഖാമുഖമായിട്ട് കണ്ടു. എന്നിട്ടും കർത്താവ് ശാന്തനായിരുന്നു. അങ്ങനാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവ് പ്രൊഡ്യൂസ് ചെയ്യാതെ, പരിശുദ്ധാത്മാവ് ഈ ശാന്തത നമ്മുടെ ഹൃദയത്തിന് തരാതെ, ഈ ക്ഷമ നമ്മുടെ ഹൃദയത്തിന് തരാതെ നമുക്ക് എവിടെ നിന്ന് പ്രാപിക്കാൻ പറ്റും? ക്രിസ്തീയ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ
നമ്മുടെ ഭൗമിക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മൾ ഭയപ്പെടുന്നുണ്ട്, ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മൾ അസ്വസ്ഥരായിട്ട് മാറുന്നുണ്ട്, ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മൾ പാനിക്കായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബലഹീനതയെ അറിഞ്ഞുകൊണ്ട് തന്നെ പിശാച് നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേടിയുണ്ടെങ്കിൽ നമ്മൾ അവരെ പേടിപ്പിക്കാൻ ശ്രമിക്കും, അല്ലേ? പേടിയില്ലാത്ത കുഞ്ഞുങ്ങളെ ആരെങ്കിലും പേടിപ്പിക്കാൻ നോക്കും? ഇല്ല. നമ്മൾ പേടിക്കുമെന്ന് അറിയുമ്പോൾ നമ്മളെ പേടിപ്പിക്കും, ഇല്ലേ? എന്നിട്ട് അത് കണ്ട് ചിരിക്കും മറ്റുള്ളവർ, അല്ലെങ്കിൽ അത് കണ്ട് സന്തോഷിക്കും. പിശാചിനറിയാം നമ്മുടെ ബലഹീനത. അതുകൊണ്ടാ കഴിഞ്ഞ രാത്രി ദൈവവചനം കേട്ടപ്പോൾ നാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നാം ആരാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ ബോധ്യമില്ലാത്ത ദൈവമക്കളെ പിശാച് ഭയപ്പെടുത്തിക്കളയും. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഈ ഫലം നമുക്ക് ലഭിക്കത്തുള്ളൂ. സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ ചഞ്ചലമില്ലാത്തൊരു ഹൃദയത്തോടു കൂടി ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട ഈ ആത്മാവിന്റെ ഫലം നാം സ്വായത്തമാക്കിയേ മതിയാകത്തുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് നോക്കണം. യേശു കർത്താവിന്റെ സ്വഭാവം, we have seen the behavior of our Lord because Jesus is our example. 103-ാമത്തെ സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു വാക്യം ദീർഘക്ഷമയെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവ കരുണയും ദീർഘക്ഷമയും ഉള്ളവൻ. അവിടെ അങ്ങനെ ആ വാക്യമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആ വാക്യത്തിലേക്ക് ഒന്ന് വരികയാണ്. ആ വാക്യത്തില് വളരെ മനോഹരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 103-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8, 9, 10 വാക്യങ്ങളിലേക്ക് നോക്കി. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. യഹോവ കരുണയും ദീർഘക്ഷമയും ഉള്ളവനാണെന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണമാണ് അടുത്ത 2 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. Why do we say that the Lord is merciful and long suffering? എങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നത്? അത്യുന്നതനായ ദൈവം കരുണയും മഹാദയവുമുള്ളവനാണെന്ന്, ദീർഘക്ഷമയുള്ളവനാണെന്ന്. അടുത്ത വാക്യം, അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. അത് കാണിക്കുന്നത് ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്, നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാ. He's so long suffering. He's waiting for us to come up to a level where he wants us to be. നമ്മൾ ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നാം പതിയെ പതിയെ വളർന്നു 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 വരുന്നത് അവിടുന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങള്, എനിക്ക് അനുഭവമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 1 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, 4ാമത്തെ പ്രാവശ്യവും അവർ അതേ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, അല്ലേ? We become impatient. നമ്മൾ അക്ഷമരായിട്ട് മാറുകയല്ലേ? എന്തുകൊണ്ടാ? ഞാൻ ഇത്രയും പ്രാവശ്യം പറഞ്ഞു തന്നിട്ടും നിനക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ? നമ്മൾ പെട്ടെന്ന് ഇംപേഷ്യന്റ് ആകും. കർത്താവ് എത്രയോ തവണ നമുക്ക് പലതും പറഞ്ഞു തന്നു, കർത്താവ് എത്രയോ കാര്യങ്ങൾ നമ്മളോട് ക്ഷമിച്ചു, എന്നിട്ടും നമ്മൾ അതേ തെറ്റുകൾ വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാ കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത്? അവിടുന്ന് ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത് യഹോവ മഹാകരുണയും ദീർഘക്ഷമയുമുള്ളവൻ. അതുകൊണ്ടാണ് 1 തീമോത്തിയുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ വാക്യത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നില്ല. 1 തീമോത്തി 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു കൺഫെഷൻ നടക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തിന്റെ സകല ദീർഘക്ഷമയും പാപികളിൽ ഒന്നാമനായ എന്നിൽ കാണിച്ചു. ആ വാക്യം അങ്ങനെ സംഗ്രഹിച്ചിരിക്കുന്നത്. ആ വാക്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അത് എഴുതിയിരിക്കുന്ന പാരാഫ്രൈസ് ചെയ്ത് ഞാൻ പറയുക. ദൈവത്തിന്റെ സകല ദീർഘക്ഷമയും പാപികളിൽ ഒന്നാമനായ എന്നിൽ കാണിക്കപ്പെടുവാൻ എനിക്ക് കരുണ ലഭിച്ചു. ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ഫലമാ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കുന്നു. അല്ലാതെ നമ്മുടെ സ്വഭാവമല്ല, നമ്മുടെ പ്രവൃത്തികളുടെ ഗുണമല്ല, അല്ലേ? കർത്താവ് എന്നേ നമ്മളെ നശിപ്പിച്ചു കളയാമായിരുന്നു. കർത്താവ് നമ്മളെ നശിപ്പിച്ചു കളഞ്ഞാലും കർത്താവിനെ നമുക്ക് ആരാധിച്ചേ മതിയാവും. കാരണം തെറ്റല്ല കർത്താവ് ചെയ്തത്. എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നു ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്രയോ അവസരങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു.
എത്രയോ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ തർജ്ജനം ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു. വീണ്ടും നമ്മൾ ആ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ അവിടുന്ന് ഭർസിക്കുന്നില്ല, അവിടുന്ന് എന്തേക്കും കോപം സംഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം അവിടുന്ന് നമ്മളോട് പകരം ചെയ്യുന്നില്ല. ഇത് ദൈവത്തിന്റെ ദീർഘക്ഷമയാ കാണിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ആത്മാവിന്റെ ദീർഘക്ഷമ. ആ ആത്മാവിന്റെ പ്രവൃത്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിലും അതേ സ്വഭാവം വെളിപ്പെടും. നാം ക്ഷമയുള്ളവരായി മാറും. ശ്രദ്ധിച്ചു കേൾക്കണമേ സഹോദരങ്ങളെ, നാം ക്ഷമയുള്ളവരായി മാറും, നാം ഭർസിക്കാത്തവരായി മാറും, നാം കോപം സംഗ്രഹിച്ചു വെക്കാത്തവരായി മാറും, നാം കാത്തിരിക്കുവാൻ തയ്യാറുള്ളവരായി മാറും. വി ബിക്കം ലോങ് സഫറിംഗ്. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ രാത്രി നമ്മുടെ മെസ്സേജിലേക്ക് വന്നില്ല. ഞാനതിന് പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കർത്താവിന്റെ സ്വഭാവമാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഫലം ദീർഘക്ഷമയാണ്. അതായത് യേശുവിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉരുവാക്കിയെടുക്കുക. എത്ര മനോഹരമായ അനുഭവമായിരുന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി മുന്നോട്ടുള്ള സമയം, കുറച്ച് സമയം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ഈ ദീർഘക്ഷമ എന്ന ഫലം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഞാൻ ഏത് രീതിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ താണിരിക്കേണ്ടിയിരിക്കുന്നു, എനിക്ക് എങ്ങനെ അറിയാം ഈ ഫലം എന്നിൽ ഉണ്ടോ എന്ന്. നമ്മുടെ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു വലിയ പ്രവൃത്തി നമ്മൾ നടക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് പാപബോധം ഉണ്ടാവും. പാപബോധം എന്ന് പറയുമ്പോൾ പാപം ചെയ്യുന്നവർക്ക് മാത്രമാണ് പാപബോധം എന്ന് ചിന്തിക്കരുത്. നമുക്ക് എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒത്തിരി കുറവുകളുള്ളവരാ. ആർക്കെങ്കിലും ഒരാൾക്ക് പാപബോധം ഉണ്ടാകണ്ട എന്ന് പറയണമെങ്കിൽ യേശുവിന് തുല്യമായ വ്യക്തിക്ക് മാത്രമേ പറയാൻ പറ്റൂ. കാരണം നമ്മളിൽ എല്ലാവരിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒത്തിരി കുറവുകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 1 തീമോത്തി 1-ാം അധ്യായത്തിൽ നിന്ന് 16-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് 15-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമനെന്ന് പറഞ്ഞത്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിന്റെ അന്ത്യകാലഘട്ടത്തിൽ ഇത്രയും നാൾ കർത്താവിനോട് കൂടെ നടന്ന് ദൈവവചനം എഴുതി, കർത്താവിന്റെ മഹത്വം അനുഭവിച്ചു, ദൈവസഭകൾ സ്ഥാപിച്ചു, ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്ത ദൈവദാസൻ മരിക്കുന്നതിന് ചില മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ദൈവകൃപയില്ലാതെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നത് വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പാപബോധം തരും എന്ന് പറഞ്ഞാൽ, അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ ഈ ആത്മാവിന്റെ ഫലം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുമെന്നറിയാമോ? ഈ ഫലം എന്നിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഇത്രയും നാള് നമ്മൾ കരുതിയിരുന്നത് ഈ ഫലം നമ്മളിൽ ഉണ്ടെന്ന. എന്നാൽ ഇന്നത്തെ രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ തിരുമനസ്സാകുകയാണ് എങ്കിൽ നമുക്ക് പൂർണ്ണമായ ഒരു കാര്യം മനസ്സിലാകും. വേർ ആം ഐ സ്റ്റാൻഡിങ്? എൻ്റെ ജീവിതത്തിന്റെ നിലവാരം എവിടെയാണ്? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ആം ഐ അറ്റ് ദ ജൂനിയർ ലെവൽ, ഓർ ആം ഐ അറ്റ് ദ ഇന്റർമീഡിയറ്റ് ലെവൽ, ഓർ ആം ഐ അറ്റ് ദ കിൻഡർഗാർട്ടൻ ലെവൽ, ഓർ ഐ ഹാവൻറ്റ് ഈവൻ സ്റ്റാർട്ടഡ്? ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും നിലവാരം ഓരോ രീതിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ആര് കൊടുക്കാൻ തയ്യാറാകുന്നു അവർക്ക് കർത്താവ് കൊടുക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആരങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാകുന്നു അവർക്ക് ഇങ്ങോട്ട് കിട്ടും. നമ്മളിൽ ചിലർ കൂടുതൽ കൊടുക്കാൻ തയ്യാറാകുന്നു, അവർക്ക് കൂടുതൽ ലഭിക്കുന്നു. unto whomsoever much is given of him shall be much required. അപ്പൊ അതിന്റെ അർത്ഥം അധികം ലഭിച്ചിരിക്കുന്നതിനോട് അധികമായി ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലർക്ക് അധികം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്നത്തെ രാത്രി ഈ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. കർത്താവേ, കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന ഫലം നമ്മളിൽ കിട്ടിയിട്ടില്ലെന്ന് തോന്നിയാൽ നിരാശരാകണ്ട. ഇത് കേൾപ്പിച്ചതിന്റെ ഉദ്ദേശം അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്, അതിനുവേണ്ടി നമ്മളെ ബലപ്പെടുത്താനായിട്ടാണ്. മുന്നോട്ടുള്ള സമയം 3 പ്രത്യേക ബന്ധങ്ങളിലാണ് ഈ ആത്മാവിന്റെ ഫലം വെളിപ്പെടേണ്ടത്. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ ഫലമാകുന്ന ലോങ് സഫറിങ് അല്ലെങ്കിൽ പേഷ്യൻസ് നമ്മളിൽ വെളിപ്പെടേണ്ടത് 3 ബന്ധങ്ങളിലായിരിക്കണം. നമ്മളുമായിട്ടുള്ള 3 ബന്ധങ്ങളിലായിരിക്കണം. ഒന്ന്, we must be long suffering when we wait upon the Lord. We must be long suffering while we wait upon the Lord. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം.
ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ, ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനായി കാത്തിരിക്കുമ്പോൾ ധൃതി കാണിക്കരുത്. ദീർഘക്ഷമയോടുകൂടി കാത്തിരിക്കണം. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. We must be long suffering while we wait upon the Lord. Praise God. കാരണം എന്താണെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. 37-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതൊന്ന് വായിക്കട്ടെ. 37-ാമത്തെ സങ്കീർത്തനത്തില് 37-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, Psalms 37 verse 7. അവിടെ എന്ത് എഴുതുന്നത്? യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. ഇംഗ്ലീഷിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. Rest in the Lord and wait patiently for him. Rest in the Lord. Rest in the Lord and wait patiently for him. യഹോവയ്ക്കായി കാത്തിരുന്ന് അവൻ യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. Rest in the Lord and wait patiently for him. കാരണം എന്തെന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ശ്രദ്ധിക്കണമേ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുടെ മേലും, നിങ്ങളുടെ വഴികൾ എന്റെ വഴികൾക്ക് മീതെയും ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, God has his own time. Praise the Lord. ദൈവത്തിന് ദൈവത്തിന്റെ സമയമുണ്ട്. God is not working on our terms. നമ്മൾ പറയുന്ന സമയത്തല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. അതാ പറഞ്ഞത്, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരം. The way I am thinking is not the way you are thinking. You are thinking in an earthly way. നിങ്ങൾ ഭൗമികമായി ചിന്തിക്കുന്നവരാ. ഇന്നത്തെ ദിവസം കണ്ടു ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത്, സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, നമ്മൾ കർത്താവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും എല്ലാം കഴിഞ്ഞ കാലവും ഇന്നത്തെ അവസ്ഥയും ഓർത്താണ്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കാലവും ഇന്നത്തെ അവസ്ഥയും ഓർത്തല്ല, നമ്മുടെ ഭാവി കൂടെ നോക്കിയാ കർത്താവ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായ ഒരു വചനമാണ്. ഞാൻ ചിലത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് ലഭിക്കാതെ വന്നാൽ വചനം പറയുന്നത് എന്തുവാ? നീ യഹോവ, rest in the Lord and wait patiently for him, because the way I am thinking is not the way the Lord is thinking. എന്നിട്ട് അതിന് പറഞ്ഞിരിക്കുന്ന കോൺട്രാസ്റ്റ് നോക്കിയേ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. എത്ര ഹൈറ്റ് ഉണ്ടാകും? നമ്മുടെ ഫ്ലൈറ്റ്, ബോയിങ് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത് 35,000 ഫീറ്റ് ഹൈറ്റില അല്ലേ? അതേതാണ്ട് ആകാശത്തിന്റെ പകുതിയുണ്ടോ? അപ്പൊ നമ്മുടെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. Amazing. Hallelujah. When God does something for us, he takes our life unto the eternity. നിത്യത വരെയുള്ള നമ്മുടെ കാലഘട്ടത്തെ നോക്കിയാണ് കർത്താവ് ചില കാര്യങ്ങൾ തരുന്നതും തരാതിരിക്കുന്നതും. അതുകൊണ്ടാണ് പറയുന്നത്, we have to be patient. We have to be long suffering while we wait upon the Lord. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടോ ദൈവ പൈതലേ? ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് താമസിക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? This is the word for you. Wait patiently for him. Rest in him. He is planning something for you. സെഫന്യാവ് 3:17 പറയുന്നതിന്റെ കൂട്ട് ഇന്നലെ സഹോദരനൊക്കെ പറഞ്ഞല്ലോ. ഇന്നലെ എന്താ പറഞ്ഞത്? He is silently planning your future. You don't know that. നമ്മുടെ കൊച്ചു പെൺകുഞ്ഞുങ്ങളൊക്കെ, നമുക്ക് പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോ നമ്മുടെ ഒരു സഹോദരൻ പറയുന്ന കേട്ടു, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിന് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് മാറ്റി കിട്ടും അല്ലേ? എന്തിനാ? അവൾക്ക് പ്രായമാകുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അത് അവളുടെ അവൾക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം. അതിപ്പോ പെൺകുഞ്ഞുങ്ങളാകണമെന്നില്ല, ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് അറിയത്തില്ല. പേരൻസ് ഹാവ് സൈലന്റ്ലി പ്ലാൻഡ് ഫോർ ദെയർ ഫ്യൂച്ചർ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഞാനും നീയും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്
139 സങ്കീർത്തനം പറയുന്നു, പിതാവിന്റെ കണ്ണെന്നെ കണ്ടു. He planned something for me. And still now he is planning silently something for me. So wait patiently for him. Wait patiently. Don't be hurried. Don't be hurried. Wait patiently for him. Hallelujah. Praise the Lord. Hallelujah. What does it mean? Waiting patiently before the Lord sometimes means we have to be in certain place for a season of time, then only we can proceed. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില അനുഭവങ്ങളിൽ കുറച്ചുനാൾ നമ്മൾ നിൽക്കേണ്ടി വരും. കാരണം കർത്താവ് പറഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. ആ അനുഭവത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. പത്രോസ് കാരാഗൃഹത്തിലായ അനുഭവമുണ്ട്, പൗലോസ് കാരാഗൃഹത്തിലായ അനുഭവമുണ്ട്. പൗലോസ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് കടലിൽ വീണ് ചില ദിവസങ്ങൾ വെള്ളത്തിൽ നീന്തി കിടക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്, പട്ടിണി സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ദൈവത്തിന്റെ ദാസന്മാർ, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായി പോയി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിന് സമാനമായി വിശ്വാസത്തിന്റെ ശോധനകളിൽ ചില സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില പോക്കറ്റുകളിൽ കുറച്ചു കാലം കിടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? എത്രയും പെട്ടെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണമെന്നുള്ളതാ. എന്നാൽ ദൈവപൈതലേ, പൗലോസിന്റെ ജീവിതത്തിൽ ആ ദൈവദാസൻ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. കാരാഗ്രഹത്തിൽ കിടന്നില്ലായിരുന്നുവെങ്കിൽ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതപ്പെടത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നില്ലായിരുന്നുവെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ച് നാം കേൾക്കത്തില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞകാല ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ ചില ദിവസങ്ങൾ തള്ളി നീക്കി കടന്നു പോകേണ്ടി വന്നതുകൊണ്ടാ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകരെ ബലപ്പെടുത്തുവാനുള്ള സാക്ഷ്യങ്ങളുമായി നിൽപ്പാൻ സർവശക്തനായവൻ നമ്മളെ ഒരുക്കിയത്. ഇതാ വെയിറ്റിംഗ് അപ്പോൺ ദി ലോർഡ് പേഷ്യന്റ്ലി. നാം മറന്നു പോകരുത്. കർത്താവ് അവിടെ നമ്മളെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. He's shaping us up. അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കുക. പ്രൈസ് ദി ലോർഡ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് പറയുക എനിക്ക് 10ാം ക്ലാസ്സിൽ എത്തണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പറ്റുമോ? One of you are studying in class 1, standard 1, and you become impatient to reach GCSE in a year. Will that be possible? No. You have to wait patiently. There is no other way. ആത്മീയ ജീവിതത്തിൽ ഇത് തന്നെയാ ദൈവപൈതലേ. നമ്മൾ ഇംപേഷ്യന്റാ. കർത്താവ് എന്നെ എന്താ ഉപയോഗിക്കാത്തത്? കർത്താവിന്റെ രാജ്യത്തിൽ ഞാൻ എന്താ പ്രയോജനപ്പെടാത്തത്? സഹോദര സഹോദരി, വെയിറ്റ്. He has to teach you so many things. He has to train me so many things. He has to show me so many things. I need to be shaped up. I need to be broken so that I can be sifted and all the chaff can be taken out. അവിടെയാ കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. Be patient. Wait for the Lord. Hallelujah. കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ മഹത്വമേറിയ പ്രവൃത്തി നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പൊ ലോങ് സഫറിങ് നമുക്ക് വേണം, ദീർഘക്ഷമ നമുക്ക് അവിടെ വേണം. Hallelujah. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കഴിഞ്ഞ നാളുകൾ ചില വിഷയങ്ങളുടെ മധ്യത്തില് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, കണ്ണുനീരോട് ആത്മതപനം ചെയ്യുന്നുണ്ടാകാം. ഇന്ന് ഈ ഉപവാസത്തിന്റെ നാളുകളിൽ ചില പ്രധാന വിഷയങ്ങൾക്ക് വേണ്ടി പ്രഭാതം മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ വചനം ഇന്നത്തെ രാത്രി ഏറ്റെടുക്കാൻ കർത്താവിനൊരു സമയമുണ്ട്. ആ സമയമാകാതെ you cannot move on. You and I have to be in that place until a time God has purposed for it. കാരണം എന്താണെന്നറിയാമോ? God loves us so much.
He wants to use us. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവേ എന്നെ ഉപയോഗിക്കണമെന്ന്? കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള ഒരാളാക്കി എന്നെ മാറ്റണമെന്ന്? കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ സഹോദര ദൈവ മഹത്വം എന്റെ ജീവിതത്തിൽ ഒന്ന് കാണണമെന്ന്? കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും ഹൃദയം തുറന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവേ അനേകർ അങ്ങയുടെ സന്നിധിയിൽ ഉപയോഗിക്കപ്പെടുന്നു, ഈ ലോക ജീവിതം തീരുന്നതിന് മുമ്പേ ഒരു വ്യക്തിയെങ്കിലും അങ്ങയുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് ഇടയാകണമെന്ന്? ആത്മാർത്ഥതയോടെ ആ പ്രാർത്ഥിച്ചതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നീ കടന്നു പോകുന്ന താമസം. അവിടെ നിന്നെ ഒരുക്കിയെടുക്കുക കർത്താവ്. എന്തിന്? നീ ചോദിച്ച ശുശ്രൂഷ നിനക്ക് തരാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അതാ നമ്പർ 1. നമുക്ക് സമയമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. നമ്പർ 1 ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. We must be long suffering while we wait upon the Lord. Number 2, we must be long suffering while we wait upon each other. ഒന്നുകൂടെ പറയട്ടെ. We must be long suffering while we wait upon each other. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാം ദീർഘക്ഷമയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ when we are demanding on somebody, we must be long suffering. When we are expecting from somebody, ഇത് വളരെ പ്രധാനമാണ്. ദൈവസഭയുടെ മധ്യത്തിൽ ഒരു വിശ്വാസി ജീവിക്കണമെങ്കിൽ ഇത് വളരെ 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 പ്രധാനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലം മാത്രമാണിത്. When I am demanding something from my sister, when I am demanding something from my brother, I must be long suffering. എന്തുകൊണ്ട് ഈ സഹോദരൻ ഇങ്ങനാവുന്നില്ല, എന്തുകൊണ്ട് ഈ സഹോദരി ഇങ്ങനെയാകുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ദീർഘക്ഷമയുള്ളവനായിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? Every child of God is called to be transformed to the image of Jesus Christ. യേശു കർത്താവിന്റെ രൂപത്തോട് അനുരൂപരാകുവാനാണ് എല്ലാ ദൈവമക്കളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതല്ലേ നമ്മൾ പഠിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തില്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളി യേശു കർത്താവിന്റെ രൂപത്തോട് അനുരൂപരാകണം. But it takes different time for different people. ശ്രദ്ധിക്കണമേ, ഓരോരുത്തർക്കും അതിനുള്ള കാലതാമസം വ്യത്യസ്തമാണ്. ഒരു പക്ഷേ ഞാൻ ആയതുപോലെ വേറൊരാൾക്കാകാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ എന്നേക്കാൾ കുറച്ചേറെ മുകളിലായിരിക്കും. ഗ്രേസ്, കൃപ കൂടുതലായിരിക്കാം, എനിക്ക് കുറച്ച് കൃപ കുറവായിരിക്കാം. അതാ പറഞ്ഞത്, കർത്താവിനെ പോലെ ആകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ രീതിയിലാകാൻ പറ്റുന്നില്ല പെട്ടെന്ന്. സംബഡി ടേക്സ് ടൈം. ചിലർ 2-ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റെന്നിരിക്കും, ചിലർ ആദ്യത്തെ ചാൻസിൽ പാസ്സായെന്നിരിക്കും. ഭൗതിക ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ, എല്ലാവരും ഒരേ സ്പീഡിലല്ലല്ലോ ഓടുന്നത്, എല്ലാവരും ഒരേ സ്പീഡിലല്ലല്ലോ വളരുന്നത്, എല്ലാവരും ഒരേ സ്പീഡിലല്ലല്ലോ പലതും പഠിച്ചെടുക്കുന്നത്. ചിലർ സ്ലോ ആണ്, ചിലർ കുറച്ച് മീഡിയം ആണ്, ചിലർ ഹൈ സ്പീഡാണ്. ഇതുപോലെയായത്. ചിലർ കർത്താവിന്റെ ആലോചനകൾക്ക് പെട്ടെന്ന് കീഴ്പ്പെടും, ചിലർ കർത്താവിന്റെ കൃപയിലേക്ക് പെട്ടെന്ന് ആശ്രയിക്കും, ചിലർ ചില മസിൽ പിടിക്കും, ചിലരെ ചില വഴികളിലൂടെ കർത്താവ് കൊണ്ടുവരും. അപ്പൊ ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ടൈം. സോ വി ഗോട്ട് ടു ബി പേഷ്യന്റ് while demanding on somebody. എന്തുകൊണ്ട് ആ സഹോദരൻ എന്നോട് അങ്ങനെ കാണിച്ചുവെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ ആ സഹോദരന് കുറച്ച് കൃപ കുറവായിരിക്കാം. 2 വർഷം മുമ്പ് ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കണം. ഇതാ ലോങ് സഫറിങ്. ഹല്ലേലൂയ. മറന്നുപോകരുത് സഹോദര. എന്തുകൊണ്ട് ആ സഹോദരി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുവെന്ന് ഞാൻ ഇംപേഷ്യന്റ് ആകുമ്പോൾ, അക്ഷമനാകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, കർത്താവേ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാനും അങ്ങനെയായിരുന്നല്ലോ. ഞാൻ ഇത്രയും വളർന്നു, ആ സഹോദരി വളർന്നുകൊണ്ടിരിക്കുക. ഷീ ഈസ് ഇൻ ദ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. ഐ ആം ഓൾസോ ഗ്രോയിങ് അപ്പ്. എത്ര മനോഹരമാണെന്നറിയാമോ അത്? ഈ ആത്മാവിന്റെ ഫലം എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? വി വിൽ നെവർ ബി ഡിമാൻഡിങ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അതെന്താ വാശി പിടിക്കാത്തത്? ഈ പിള്ളേരെയൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ പപ്പമാര് വഴക്ക് പറയുമ്പോൾ മമ്മിമാര് അതിനിടയ്ക്ക് കയറും. അല്ലെ മമ്മിമാര് വഴക്ക് പറയുമ്പോൾ പപ്പമാര് ഇടയ്ക്ക് കയറിയിട്ട് പറയും, ഇവിടെ നിന്ന് പഠിച്ചോളുന്ന്, പഠിക്കുമെന്ന്. കൊച്ചു കുഞ്ഞല്ലേ, പഠിച്ചോളും. വി ആർ ലോങ് സഫറിങ് ദയ. നമുക്കറിയാം ആ കുഞ്ഞിന് പ്രായമായിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ആത്മീയ ജീവിതത്തിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയ സഹോദരങ്ങളെ,
വി നീഡ് ടു ബി ലോങ് സഫറിങ്. ദൈവസന്നിധിയില് മനോഹരമായി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അനേക വചനങ്ങളുണ്ട് ദൈവമക്കളെ. കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഒന്ന് എടുത്തേ. 1 കൊരിന്ത്യരിലേക്ക് എടുക്കുമ്പോൾ ഞാനൊരു വാക്യം, മനോഹരമായ ഒരു വാക്യം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. അവിടെ നോക്കിയേ, സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവസ്നേഹം, നമ്മൾ ആദ്യം കേട്ടല്ലോ, അഗാപ്പെ, ഗോഡ്ലി ലവ്, ഇതെല്ലാം കണക്റ്റഡാ കേട്ടോ. ഈ ദീർഘക്ഷമ വരുന്നത് സ്നേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കുന്നത്. സ്നേഹമില്ലാത്തവർക്ക് ദീർഘക്ഷമ വരത്തില്ല. ഹല്ലേലൂയ. ദീർഘക്ഷമയുള്ളവർക്ക് സമാധാനമുണ്ട്, ദീർഘക്ഷമയുള്ളവർക്ക് സന്തോഷമുണ്ട്. ഇതെല്ലാം കണക്റ്റഡ്. അതാ പറഞ്ഞത് ആത്മാവിന്റെ ഫലങ്ങളെന്നല്ല പറയുന്നത്, ആത്മാവിന്റെ ബലം എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ചിരിക്കുക അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെങ്കിലും ഒരു ഫ്രൂട്ട് മർച്ചന്റിന്റെ അടുത്ത് നിന്ന്, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഒരു മുന്തിരിയുടെ കൊല എടുത്തിട്ട്, you know, a cluster of grapes, you are going to a fruit merchant and you just pick one of the grapes out of that cluster. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ ഇതിൽ ഒരു 4 മുന്തിരിങ്ങ തരാൻ പറയുമോ? നമ്മൾ can you give me 4 grapes please? അങ്ങനെ പറയുമോ? ഇല്ല. അവർ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊലയോടെ കൊണ്ടുപോയിക്കോളാൻ പറയും അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇത് എണ്ണി പറിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ദിസ് ഇസ് വൺ. നമ്മൾ ജാക്ക് ഫ്രൂട്ട് ഒക്കെ അറിയത്തില്ല. ജാക്ക് ഫ്രൂട്ടിനകത്ത് ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല, അതിനകത്ത് ചുളയ്ക്കുള്ള വേർഡ് ഇംഗ്ലീഷ് അറിയത്തില്ല. പിള്ളേരോട് പറഞ്ഞു കൊടുത്താൽ മതി, കുഞ്ഞുങ്ങളോട്. അതൊരു ക്ലസ്റ്റർ, അതിനകത്ത് ഫ്രൂട്ട്സ് ലിങ്ക് ചെയ്തിരിക്കുക. നമ്മളാരും പറയുമ്പോൾ ഒരു 4 എണ്ണം എനിക്ക് തരാം, പറയാൻ പറ്റത്തില്ല. വി നീഡ് ടു ടേക്ക് ദ ഹോൾ. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ദ സെയിം തിങ്. ഫ്രൂട്ട് ഓഫ് ദ ഇറ്റ് ഈസ് ഇന്റർലിങ്ക്ഡ്. സ്നേഹം ഉണ്ടെങ്കിലേ ദീർഘക്ഷമ ഉണ്ടാകൂ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ദീർഘമായി ക്ഷമിക്കണമെങ്കിൽ നമുക്ക് സ്നേഹം വേണം. കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ വരാതെ പറ്റില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റത്തില്ല സഹോദരങ്ങളെ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആ സ്നേഹം കടന്നു വന്നില്ലെങ്കിൽ നമ്മൾ ഡിമാൻഡിങ് ആയി പോകും. നമ്മൾ മറ്റുള്ളവരോട്, എൻ്റെ ജീവിതത്തിൽ ഒരു ലീഗലിസം ഉണ്ടായിരുന്ന ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്നും കംപ്ലീറ്റ്ലി ഞാൻ അതിൽ നിന്ന് ഔട്ടായി എന്നല്ല പറയുന്നത്. സ്റ്റിൽ ഐ ആം ഫൈറ്റിംഗ് ഫോർ ദാറ്റ്. പക്ഷെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഡിമാൻഡിങ്. ചിലർ നോക്കുന്നത് തെറ്റ്, ചിലർ കാണുന്നത് തെറ്റ്, ചിലർ പറയുന്നത് തെറ്റ്, ചിലർ രീതി, എല്ലാം തെറ്റുകളാണ്. തെറ്റുകൾ മാത്രം കാണുവാനാണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? തെറ്റുകൾ മാത്രം നമ്മൾ നോക്കിയാൽ ഈ ലോകത്ത് തെറ്റുകളില്ലാത്ത ഒരു മനുഷ്യനെയും കാണത്തില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കുക എന്ന് വെച്ചാൽ തെറ്റുകൾ നോക്കാൻ നോക്കിയാൽ നമ്മളിൽ ആര് നിൽക്കും ദൈവസന്നിധിയിൽ? ഒന്ന് പറഞ്ഞു എന്നോട്. നമ്മളിലെ കുറവുകൾ മാത്രമാ സ്വർഗം നോക്കുന്നതെങ്കിൽ എത്ര മാർക്ക് നമുക്ക് കിട്ടും? 1 മാർക്ക് കിട്ടുമോ? നോ. കർത്താവ് നോക്കുന്നില്ല. അവിടുന്ന് ദീർഘമായി ക്ഷമിക്കുന്നവൻ. ആദ്യം കേട്ടല്ലോ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയാണ്. താഴേക്ക് വായിച്ചു വന്നാൽ അതേ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പൊറുക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, താഴേക്ക് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്നേഹത്തിന്റെ പ്രത്യേകതയാ ദീർഘമായി ക്ഷമിക്കുക. നമ്മൾ ആരെയും ഡിമാൻഡ് ചെയ്യാൻ പോകരുത് കേട്ടോ. ഞാൻ ഇപ്പൊ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്പൊ വന്നാൽ നമ്മളെല്ലാവരും എടുക്കപ്പെടുമോ ദൈവമക്കളെ? നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ? പറഞ്ഞു എന്നോട്. ഞാനൊരു കാര്യം പറയട്ടെ. ആ വിഷമത്തിന്റെ കാരണം നമുക്ക് ചില കാരണങ്ങളുണ്ട്. ഇന്നതുകൊണ്ടാണ് എനിക്ക് ആ വിഷമം. ഞാൻ പറയുന്നത് കേൾക്കണേ സഹോദര. ആ കാരണം ഒരു കാരണവും ഇല്ലാത്ത കാരണമാണ് കേട്ടോ. പിശാച് നിന്റെ ഹൃദയത്തിൽ തന്നേക്കുക. ഈ സ്നേഹം അതിനകത്തോട്ടൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ ആ കാരണം ഇല്ലാതായി പോകും പെട്ടെന്ന്. സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവന്റെ ശത്രുക്കളായി മാറും ആ നിമിഷം. കാരണം അത്രമാത്രം ക്രൂരമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അതൊക്കെ മറന്നാണ് അവിടെ നമ്മളെ സ്നേഹിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മളെ സ്നേഹിച്ചത്. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മറ്റുള്ളവരിലെ കുറ്റം കാണുവാനായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ കുറ്റങ്ങൾ മാത്രമേ കാണൂ. നമുക്ക് ഒരു വ്യക്തിയെയും സ്നേഹിക്കാൻ കഴിയത്തില്ല. ഒരു കുറ്റം, ഞാൻ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നതാ,
ഏതെങ്കിലും കുറവുകളാണെന്ന് പറഞ്ഞ് പിശാച് എന്നെ കാണിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഇങ്ങനെ, അത് നമ്മുടെ കുറവാണ്. നമുക്ക് കുറവുള്ളത് കൊണ്ട് ആ കുറവ് അവരെ നമ്മൾ കാണുന്നത്. സ്തോത്രം. മറ്റുള്ളവരുടെ കുറവ് എൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളുടെ എണ്ണം കുറയും കേട്ടോ. വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ അടിമാനിക്കുന്നത് നമ്മൾ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മറ്റുള്ളവരിൽ ആ കുറവ് നമ്മൾ കാണത്തില്ല. നമ്മളിൽ ആ സ്നേഹമുണ്ട്. കാരണം എന്നിലെ കുറവ് ദൈവം കാണുന്നില്ല. എന്നിൽ നാം കാണുന്ന ക്രിസ്തുവിന്റെ നീതി മാത്രമാണ്. എൻ്റെ കുറവ് മുഴുവനും അവിടുന്ന് അങ്ങ് മാറ്റി. അവിടുന്ന് എന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലുന്നുണ്ടെങ്കിൽ മമ്മിമാര് വന്ന് ഇടയ്ക്ക് തടസ്സം പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്തുവാ? അടി കൊള്ളാൻ അമ്മ തയ്യാറാവുക അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എന്റെ മോനെ അടിച്ചപ്പോൾ എന്റെ വൈഫ് അതിൽ ഇടയ്ക്ക് കയറി വന്നപ്പം ഞാൻ അടിച്ചടി എന്റെ വൈഫിനാ കൊണ്ടത്. അമ്മ കയറി അടികൊള്ളുക ഇടയ്ക്ക്. എന്തിനാ? മോന് വേണ്ടി, മോൾക്ക് വേണ്ടി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അടികൊണ്ടത് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. അതാ യേശുവിന്റെ സ്നേഹം. ആ യേശുവിന്റെ കൂടെയാ നമ്മളെന്ന് പറയുന്നത്. അതാണ് യേശുവിൽ കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ഫലം. ആ ഫലമാണ് നമ്മൾക്ക് വേണ്ടത്. സഹോദരങ്ങളെ, ഇത് നമുക്ക് ഏറ്റെടുക്കാം. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അടുത്ത 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കി. ഇതങ്ങോട്ട് വർദ്ധിച്ചു വരുമ്പോൾ ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ കേട്ട ആ കൃപ നമ്മളിലേക്കൊന്ന് വർദ്ധിച്ചു വരുമ്പോൾ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നുള്ളത് കുറച്ച് വർദ്ധിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? പൂർണ്ണമായി നമ്മൾ അതിന് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ എന്താ നമ്മളിൽ സംഭവിക്കുന്നറിയാമോ? അതിനേക്കാൾ വലിയൊരു വിഷയം സഭയിൽ ഉണ്ടായാലും സഹോദരങ്ങളിൽ ഉണ്ടായാലും നമ്മളത് ക്ഷമിക്കും. അതാ വാക്യം പറയുന്നത് 6:1 ഗലാത്യർ 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. കാരണം എന്താണെന്നറിയാമോ? നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അതാ കാരണം. ആത്മീയരായ നമ്മുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പണ്ടാണെങ്കിൽ നമ്മൾ വടിയെടുക്കും പെട്ടെന്ന്. ഇന്ന് വടിയെടുക്കുന്നതിന് മുമ്പ് ഓർക്കുക, നീയും അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം സൂക്ഷിക്കുക. കാരണം നീയും മനുഷ്യനാണ്, നീയും ജഡത്തിൽ വസിക്കുന്നവനാണ്, നിന്റെ പിന്നാലെ പിശാചുണ്ട്. സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരിലെ കുറവുകൾ നാം കാണുമ്പോൾ ഓർക്കുക, ഞാനും കുറവുള്ളവനാണ്. ഭാര്യയുടെ അടുത്ത് പലതും ഡിമാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക, നീ വെറും ഒരു മനുഷ്യനാണ്. ഭർത്താവിന്റെ അടുത്ത് പലതും ഡിമാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക, നീ വെറും ഒരു സ്ത്രീ മാത്രമാണ്. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. We should never be demanding. We should never be demanding. Live in harmony. Live in giving. കൊടുത്ത് ജീവിക്കുക. Praise the Lord. Service. നമ്മുടെ കർത്താവ് അതായിരുന്നല്ലോ ചെയ്തത്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ടു മേക്ക് മൈ വൈഫ് ഹാപ്പി? വൈഫ് ചിന്തിക്കേണ്ടത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ടു മേക്ക് മൈ ഹസ്ബൻഡ് ഹാപ്പി? കാരണം എന്താണെന്നറിയാമോ? കുറച്ചു കാലമേ ഈ ലോകത്ത് ജീവിതമുള്ളൂ. നമ്മളിൽ ഒരാൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാവുമല്ലോ ഒരാള്. ആദ്യം സോഫായി വന്നിരിക്കും, പിന്നെ ബെഡിൽ പോയിരിക്കും. കാരണം പെട്ടെന്ന് മരിക്കാൻ പറ്റത്തില്ലല്ലോ. സോഫയിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കും, അവൻ ജീവിച്ചിരുന്നപ്പോ അവന് ഞാൻ സമാധാനം കൊടുത്തില്ല, കുറച്ചുകൂടെ ഒക്കെ എനിക്ക് അഡ്ജസ്റ്റ് ആവാമായിരുന്നു. അവള് ജീവിച്ചിരുന്നപ്പോ എനിക്ക് ചിലതൊക്കെ ചെയ്ത് സഹായിക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി, കാരണങ്ങൾ പറഞ്ഞു പലതും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് ഇല്ലാതാവണമെന്നെങ്കിൽ ഈ കർത്താവ് തന്നിരിക്കുന്ന സമയത്തില് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എനിക്ക് എന്ത് കിട്ടുമെന്നല്ല ചിന്തിക്കേണ്ടത്, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അത് മാത്രം. യേശു കർത്താവ് അതാ ചിന്തിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ എനിക്ക് എന്ത് കിട്ടുമോ എന്നുള്ളതല്ല ചിന്തിച്ചത്, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്നാ ചിന്തിച്ചത്. അവൻ സകലതും തന്നു നമുക്ക് വേണ്ടി. 100% തന്നു. പിതാവ് എന്താ ചിന്തിച്ചത്? എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഏറ്റവും ശ്രേഷ്ഠമായ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അബ്രഹാമിന്റെ ആരാധനയുടെ രഹസ്യം അതായിരുന്നു. അവന് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വലുത് അവൻ ദൈവത്തിന് കൊടുത്തു. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഇത് മാത്രം. ഇതാണ് അതിന്റെ സീക്രട്ട്. അടുത്ത ദിവസം ചിന്തിക്കേണ്ടതില്ല, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും സഭയ്ക്ക്, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എനിക്ക് എന്ത് കിട്ടുമെന്നല്ല, എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും. തിരിച്ചെന്ത് കിട്ടാൻ പറ്റുമെന്ന് പറയുന്നിടത്താണ് വിഷമങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവർ നമ്മളെ വിളിച്ചില്ലെങ്കിൽ, ബഹുമാനിച്ചില്ലെങ്കിൽ, എന്റർടൈൻ ചെയ്തില്ലെങ്കിൽ, അംഗീകരിച്ചില്ലെങ്കിൽ
നമുക്ക് വിഷമമുണ്ടാകും. കാരണം നമ്മൾ കിട്ടുന്നത് പ്രതീക്ഷിച്ചിരുന്നവരാ, നമ്മൾ കൊടുക്കുന്നവരായിട്ട് തീരാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ വാക്യങ്ങളാണല്ലോ, സബ്ജക്റ്റ് അതല്ലല്ലോ. കാരണം നമുക്ക് മുന്നോട്ട് മറ്റു വിഷയം പഠിക്കാനുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. സൗമ്യതയുടെ ആത്മാവിൽ. അതിനെക്കുറിച്ച് ഒരു നിമിഷം പറയട്ടെ. ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ അവിടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. നമ്മളൊരു അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ, ദൈവം നമ്മളെ ഒരു അധികാരത്തിൽ വെച്ചിരിക്കുക. അത് ഫോർ എക്സാമ്പിൾ ഒരു ഭവനത്തിലായിക്കോട്ടെ, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളിൽ തെറ്റ് കണ്ടാൽ അവരെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അധികാരം മാത്രമല്ല, ഉത്തരവാദിത്വം അവർക്കുണ്ട്. പക്ഷെ അതിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? സൗമ്യതയുടെ ആത്മാവിൽ ചെയ്യണമെന്ന്. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നാ പറയാൻ വരുന്നത്. നമ്മൾ കറക്റ്റ് ചെയ്യരുതെന്നല്ല. ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങളിൽ ആരെങ്കിലും വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ അവനെ കറക്റ്റ് ചെയ്യരുതെന്നല്ല. അവൻ ചെയ്ത തെറ്റല്ലെന്ന് തെറ്റല്ലെന്ന് വരുത്തി തീർക്കാനല്ല പറഞ്ഞത്. സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനം റീസ്റ്റോർ ചെയ്യണം, അവനെ മടക്കിക്കൊണ്ടുവരണം. അപ്പൊ അവിടുത്തെ വിഷയം എന്തോന്നറിയാമോ? സൗമ്യത. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാനൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചു, ഒരാൾ ഓടി വന്നിട്ട് നീ തെറ്റ് ചെയ്തു, നീ തെറ്റ് ചെയ്തു, നീ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഐ ബിക്കം ഡിസ്കറേജ്ഡ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവനായി തീർന്നു എന്നുള്ള ബോധ്യം എന്നിൽ വർദ്ധിച്ചു വരികയാണ്. അതേ സ്ഥാനത്ത് എൻ്റെ അടുത്ത് ഒരാൾ സൗമ്യതയിൽ വന്ന് പറയാ, സഹോദര, തെറ്റെല്ലാവർക്കും പറ്റും, ഈ പറയുന്ന എനിക്കും പറ്റും. അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന നോക്കിയാൽ, നീയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എനിക്കും തെറ്റ് പറ്റും സഹോദര. പക്ഷെ ഈ തെറ്റിൽ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച് ശ്രേഷ്ഠമായ ഒരു പദ്ധതി ദൈവസന്നിധിയിലുണ്ട്, ദൈവകരങ്ങളിലുണ്ട്. സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തണം. അവരെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, പിന്നെയോ സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തണം. പക്ഷെ ചിലർ അതിന് കീഴ്പ്പെട്ടുന്നിരിക്കത്തില്ല. കീഴ്പ്പെടാത്തവരെ നമ്മൾ കൈവിടുക, അത്രേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതാണ് സ്നേഹത്തിൽ, ദീർഘക്ഷമയിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള അതിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. മുമ്പേ പറഞ്ഞല്ലോ, ദീർഘമായി നമ്മൾ ക്ഷമിക്കും. ആ ഫലം നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ പാപം ചെയ്ത ഒരു വ്യക്തിയെ കണ്ടാൽ പോലും നമുക്കവരെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ സ്പിരിച്വലി ഗ്രോ ആവും. പ്രൈസ് ദി ലോർഡ്. അതവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, we must be long suffering while we wait upon each other. മൂന്നാമത്തേത്, അത് ഫൈനൽ. മൂന്നാമത്തേത്, we must be long suffering while we wait for the Lord's return. ഒന്നുകൂടെ പറയട്ടെ. We must be long suffering while we wait for the Lord's return. കർത്താവിന്റെ വരവിനു വേണ്ടി നാം കാത്തിരിക്കുന്നിടത്തോളം ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കണം. നമ്മൾ ദീർഘക്ഷമയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് കാത്തിരിക്കുവോളം നാം ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കണം. മനോഹരമായ ഒരു വാക്യം യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ സഹോദരങ്ങളെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. We must be long suffering while we wait for the return of our Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവ് വരെ ദീർഘക്ഷമയോടിരിക്കണം. ശ്രദ്ധിച്ചേ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവിൻ. കർത്താവേ, ഞാൻ എന്നുവരെയാണ് ദീർഘക്ഷമയോടിരിക്കേണ്ടത്? കർത്താവ് വരുവോളം ഇരുന്നേ പറ്റൂ. കാരണം എന്താണെന്നറിയാമോ? ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഒരു ഇല്ലിസ്ട്രേഷൻ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. എന്താണെന്നറിയാമോ? കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. കൃഷിക്കാരൻ പയറ് നട്ടിട്ട് നാളെ രാവിലെ പയറ് പറിക്കാൻ വേണ്ടിയല്ല നടന്നത്. കപ്പത്തണ്ട് കുഴിച്ചിട്ടിട്ട് അടുത്ത ആഴ്ച കപ്പ വിടാനല്ല ഇരിക്കുന്നത്. He knows very well. He is waiting patiently, waiting for the rains, waiting for the time until it ripens. ശരിയല്ലേ? ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നതാ, കർത്താവ് പറഞ്ഞിരിക്കുന്നതാ. കൃഷിക്കാരൻ പേഷ്യന്റ് ആയിട്ട് കാത്തിരിക്കുന്നു.
അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? വൈ ഹീസ് പേഷ്യന്റ്. കൃഷിക്കാരൻ എങ്ങനെയാ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത്? കൃഷിക്കാരനൊരു ഉറപ്പുണ്ട്, തൻ്റെ അധ്വാനത്തിന് ഫലം കിട്ടുന്ന ഒരു നാളുണ്ടെന്ന്. മനസ്സിലായ സഹോദരങ്ങളെ? കൃഷിക്കാരൻ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എങ്ങനെയാ? പേഷ്യന്റ്ലി. എങ്ങനെയാ ദീർഘക്ഷമയോട്? ബിക്കോസ് ഹി ഹാസ് എ ഹോപ്പ്. വാട്ട് ഈസ് ദാറ്റ് ഹോപ്പ്? വൺ ഡേ ഐ വിൽ ബി റിവാർഡഡ്. ഞാൻ ഈ അധ്വാനിച്ചതിന്, ഞാൻ ഈ വിതച്ചതിന്, ഞാൻ ഈ കൃഷി ചെയ്തതിന് ഒരു നാളിൽ എനിക്ക് ഫലമുണ്ട്. ഞാൻ ചെയ്യേണ്ടത് കുറച്ച് നാളൊന്ന് കാത്തിരുന്നാൽ മതി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തീയ ജീവിതത്തിൽ നാം നമ്മുടെ കർത്താവിനെ സേവിക്കുന്നതിന്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും സഹിക്കുന്നെങ്കിൽ സഹിക്കുന്നതിന്, നാം ഈ പറഞ്ഞതൊക്കെ അനുഭവിക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അത് നാം മനസ്സിലാക്കുമ്പോഴാണ് നാം ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ, അമേസിംഗ്. ഒരു ദൈവവചനം പറയുന്നത്, ഒരു പാനപാത്രം തണ്ണീർ കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ വരികയില്ലെന്ന. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു ദൈവ പൈതൽ എന്ന് കരുതി കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമാർക്കെങ്കിലും കൊടുത്തെങ്കിൽ, വീട്ടിൽ വിളിച്ച് ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുത്തെങ്കിൽ, ആരുടെയെങ്കിലും വീടിന്റെ മുന്നിൽ അല്പം ഭക്ഷണം കൊണ്ടുവച്ചെങ്കിൽ, ഏതെങ്കിലും കുഗ്രാമത്തിൽ അറിയപ്പെടാത്ത ഒരു ദൈവത്തിന്റെ ദാസന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക അയച്ചു കൊടുത്തെങ്കിൽ, നിനക്ക് പ്രതിഫലമുണ്ട് നിശ്ചയം. നമ്മുടെ സഹോദരൻ എപ്പോഴും പാടുന്ന പോലെ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒരു പ്രതിഫലം. അത് ഓർക്കുമ്പോഴാ ഞാൻ ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നത്. അതായി കൃഷിക്കാരന്റെ പ്രത്യേകത. കൃഷിക്കാരൻ ആ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ അവൻ ഇംപേഷ്യന്റ് ആയി പോവും. പക്ഷെ പ്രത്യാശയുണ്ട്. അടുത്ത വാക്യങ്ങൾ നോക്കി, നമുക്ക് പെട്ടെന്ന് നിർത്താം. അടുത്ത വാക്യങ്ങൾ നോക്കി. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടുകൂടി ഇരിക്കുന്നുവല്ലോ. 8ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു നോക്കിയേ, ബി ഓൾസോ പേഷ്യന്റ്, establish your hearts, for the coming of the Lord draws near. Establish means establish. സ്ഥിരമാക്കണം ഹാർട്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. കഴിഞ്ഞ രാത്രി പ്രിയ സഹോദരനിലൂടെ കേട്ടല്ലോ, ദൈവം തന്നിരിക്കുന്ന സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുന്ന അടിസ്ഥാനമാണ്. അതിലാണ് നമ്മളെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കേട്ടല്ലോ, 20ാമത്തെ വാക്യമാണെന്ന് കേട്ടല്ലോ. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ ആണ് അടിസ്ഥാനമായി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ, അതായത് സഭയുടെ മേൽ നമ്മളെ പണിതിരിക്കുകയാണ്. ഒരിക്കലും ആ കല്ല് താണു പോകത്തില്ല. ക്രിസ്തുവാകുന്ന പാറയാണത്. അവിടെ നിന്നുകൊണ്ട് ആ മുദ്രയുടെ 2 വശമാണ് നീ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദൈവം എന്നെ അറിയുന്നു, ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ദൈവം അറിയുന്നു. Praise the Lord. God knows me and I know God. സെക്കൻഡ് സൈഡ്, 2ാമത്തെ വശം എന്താ? ഞാൻ അതുകൊണ്ട് I am a consecrated one. I have been called with a heavenly calling. അതാ നമ്മൾ കഴിഞ്ഞ രാത്രി വളരെ മനോഹരമായിട്ട് പ്രിയ ദേവദാസനത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നമ്മൾ ചിന്തിക്കേണ്ടത്, we have been called with a heavenly calling. God knows me and I know God. So I must depart from every evil. ഞാൻ എല്ലാ അനീതിയും വിട്ട് ഓടിക്കണം. ഞാൻ എന്നെ തന്നെ ക്ലെൻസ് ചെയ്യണം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു. അവരിൽ ഈ പ്രത്യാശയുള്ളവൻ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകിയാൽ നാം അവനോട് സദൃശന്മാരാകും. അടുത്ത വാക്യം പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അനീതി വിട്ടോടിക്കൊള്ളണം. അതാ മുദ്ര. കഴിഞ്ഞ രാത്രി കേട്ടല്ലോ. ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ, അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്. ഈ വലിയ പ്രത്യാശയില്, ഈ ഉറപ്പുള്ള പാറമേല്, ഈ അടിസ്ഥാനത്തിന്റെ മേൽ നിന്റെ ഹൃദയം ഒന്ന് ഉറപ്പിക്കട്ടെ. നിന്നെ കുലുക്കാൻ ആർക്ക് കഴിയും ദൈവമേ?
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഒരു കയ്യിൽ പുത്രൻ പിടിച്ച്, ലോകത്തെ സൃഷ്ടിച്ചവൻ നിന്റെ കയ്യെ പിടിച്ചിരിക്കുക, മറുകയിൽ പിതാവ് നിന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കിയവൻ മുറുകെ പിടിച്ചിരിക്കുക. നിന്നെ ആർക്ക് കുലുക്കാൻ പറ്റും? അടിയിൽ ക്രിസ്തുവാകുന്ന പാറമേൽ നിന്നെ നിർത്തിയിരിക്കുക. നിന്നെ കുലുക്കുവാൻ ആർക്ക് കഴിയും? കർത്താവ് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ കർത്താവ് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ നീ ചെയ്യും. ആർക്ക് കുലുക്കാൻ കഴിയും? പ്രിയ സഹോദരൻ, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചതുപോലെ മരണത്തെ എന്തിനാ ഭയപ്പെടുന്നത്? മരിച്ചാൽ കർത്താവിനോടുകൂടെ, ജീവിച്ചാൽ കർത്താവിനോടുകൂടെ ഇവിടെ. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു റെവലേഷനാണ് അത്. നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ദൈവമക്കളെ, ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കാരണം ആ കൺവിക്ഷൻ നമ്മുടെ ഹൃദയത്തിൽ കിട്ടണം. ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചെടുക്കണം. ആ അടുത്ത വാക്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. സ്തോത്രം. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായി പറയുന്നത് കേട്ടോ. മറ്റൊരാളെ വിധിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചോളണമെന്ന്. അതാ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുതെന്ന്. കാരണം ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ വിധിക്കപ്പെടുമെന്ന് സ്വർഗത്തിൽ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അന്യനെ വിധിപ്പാൻ നീ ആർന്നും പറഞ്ഞൊരു ഹോൾ ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. നമുക്കാരും വിധിക്കണ്ട. വിധി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. സഹോദരി, നമ്മൾ എന്തിനാ മറ്റുള്ളവരെ വിധിക്കുന്നത്? വെറുതെ നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. സ്തോത്രം. എത്ര കംഫർട്ടബിൾ ആ ലൈഫ് എന്നറിയാമോ? എൻ്റെ ലൈഫിൽ പണ്ട് ഞാൻ ഒത്തിരി ഡിമാൻഡിങ് ആയിരുന്നു. എല്ലായിടത്തും ഞാൻ ഡിമാൻഡിങ് ആയിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ഡിമാൻഡിങ്, ജോലി സ്ഥലത്ത് ഡിമാൻഡിങ്, കൂട്ടായ്മയിൽ ഡിമാൻഡിങ്, എല്ലാം ഡിമാൻഡിങ് ആയിരുന്നു. കർത്താവ് എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനുള്ള സന്തോഷം ഉണ്ടായത്, എനിക്ക് ആ സന്തോഷം ഉണ്ടായത്. ഞാൻ കംഫർട്ടബിൾ ആയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരുവന് നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. നിന്നെ ന്യായം വിധിക്കുന്നവൻ, നിന്നെ വിധിക്കുവാൻ കഴിവുള്ളവൻ, അധികാരമുള്ളവൻ വാതിൽക്കൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആരെയും വിധിക്കരുത്, ഞരങ്ങരുത്. ദീർഘക്ഷമയോടുകൂടെ ഇരിക്കണം. നിന്നെ വളർത്തിയതുപോലെ ദൈവം അവനെയും വളർത്തിക്കൊണ്ടിരിക്കുക. നിന്നെ വളർത്തിയതുപോലെ ദൈവം അവളെയും വളർത്തിക്കൊണ്ടിരിക്കുക. അടുത്ത വാക്യങ്ങളൊക്കെ മനോഹരമായ വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. ഇതിനു മുമ്പ് കർത്താവിന്റെ വേലയിൽ സഹിച്ച പ്രവാചകന്മാരെ കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചും എഴുതിയിരിക്കുന്നത്. അവര് സഹിച്ചു കാത്തിരുന്നു. അതുപോലെ അവരെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് വെക്കണം, നമുക്ക് മാതൃകയായിട്ട് വെക്കണമെന്നാ പറഞ്ഞു. ഞാനത് മുന്നോട്ട് പറയുന്നില്ല, എന്റെ വാക്കുകളെ നിർത്തുകയാണ് ദൈവമക്കളെ. സ്തോത്രം. നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം.